സമാധരണീയ സദസ്, നിങ്ങൾക്കേവർക്കും തിരുവനന്തപുരം ഭീഷ്മാസിന്റെ ഹൃദ്യവന്ദനം. ഗം ഗം ഗണപതയേ ഗം ഗം ഗണപതയേ ഗം ഗം ഗണപതയേ ഗം ഗം ഗണപതയേ. ഗജമുഖനെ തുണ നീ നിതാന്തം ശുഭമണയാൻ ഭൂവി. ഗജമുഖനെ തുണ നീ നിതാന്തം ശുഭമണയാൻ ഭൂവി. എന്നോവിൻ നാളികേരം മുന്നിലുടയണം അതിനിവനടിയിണ തൊടുതേ. വിഭോ പഞ്ചരത്നം ജപിപ്പൂ പ്രഭാതേ ഞാൻ. ഗജമുഖനെ തുണ നീ നിതാന്തം ശുഭമണയാൻ ഭൂവി. നാദമായി വന്നെന്റെ കണ്ഠം നീയുണർത്തണമേ, സ്വരസാമജത്തിൻ സാരമേകണമേ. വ്യാസപാതേ നിൻകരങ്ങൾ ഭാരതമെഴുതുമ്പോൾ തവ പാദമുലകം കാണുണമിക്കുന്നു. പഴവങ്ങാടിയിലമരും വിശ്വവിനായകനെ, പരിചൊടു കൃപയവിടുന്നരുളൂഗണനായകനെ. യത്നങ്ങൾ ഫലമണയാനായി വിഘ്നങ്ങൾ ദ്രുതമകലാനായി ഏത്തമിടാൻ ഞാൻ കാത്തരുളേണം മലമകൻ തിരുമകനുടെ തിരുനടയിൽ. ഗജമുഖനെ തുണ നീ നിതാന്തം ശുഭമണയാൻ ഭൂവി. കുമ്പിടാം ഞാൻ എൻ ശിരസ കൊമ്പിനമരാനായി, ലംബോദരൻ അമൃതൂട്ടിനായി നിത്യം. പാർവതി പരമേശപാദം നീ വലം വയ്ക്കേ, ഈ ഭൂവിനാകെ നിൻ പ്രദക്ഷിണമാ. രാജകുബേരതമാന്ധത മാറ്റിയ വരനിധിയേ, മാമകമാനസമാഖുതരം നിൻ വാഹനമായി. ഉൾക്കാമ്പിൽ ഭയമകലാനായി ഹൃത്താപം കുളിരലയാകാൻ ഗംഗണപതയെ മന്ത്രമുയർന്നു മുഖരിതമായി പുലരീതനുപമലഹരി. ഗജമുഖനെ തുണ നീ നിതാന്തം ശുഭമണയാൻ ഭൂവി. ഗജമുഖനെ തുണ നീ നിതാന്തം ശുഭമണയാൻ ഭൂവി. എന്നോവിൻ നാളികേരം മുന്നിലുടയണം അതിനിവനടിയിണ തൊടുതേ. വിഭോ പഞ്ചരത്നം ജപിപ്പൂ പ്രഭാതേ ഞാൻ. ഗജമുഖനെ തുണ നീ നിതാന്തം ശുഭമണയാൻ ഭൂവി.
അങ്ങോട്ട് പോവരുത്. എന്ന വ്യാജേന തന്നോടൊപ്പം കൂടിയത് ചുടലമലക്കാവിൽ കുടികൊണ്ടിരുന്ന ദുർദേവതയാണെന്നറിയാതെ ആലിമാപ്പള കാടെന്ന കൊടുംഭീകരതയിൽ നിന്നും രക്ഷസ് കാട്ടിയ വഴികളിലൂടെ തിരികെ മണിയിലേക്ക് യാത്രയായി. പക്ഷേ ജനനം നടക്കേണ്ടിയിരുന്ന പുതുമലയിൽ അന്ന് രാത്രി സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. നാടും നാട്ടുകാരും നടുങ്ങിയ ആ മഹാവിപത്ത്. നാം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഇടം എവിടെയാണ്? തെക്ക് കിഴക്ക് ദിശ ഏതെന്ന് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. മുൻകാഴ്ചയെ പോലും മറച്ചു കെട്ടുന്ന ഈ ഏകാന്തമായ ഇരുൾ പടർപ്പ് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്കുള്ള നേർദിശ മുടക്കുമോ? തമ്പുരാനെ, നീ നമ്മെ വീണ്ടും പരീക്ഷിക്കരുതേ. എന്റെ കൂട്ടൊരുത്തി അവിടെ പേറ്റുനോവിനാൽ യാതന അനുഭവിക്കുകയാണ്. ഈ ഉള്ളവനെ നിസ്സഹായനാക്കാതെ നേർമാർഗം കാട്ടണേ. മാറിപ്പോ. തമ്പുരാനെ, നിന്റെ ശത്രുവല്ല അദ്ദേഹം. കൊമ്പുകൊണ്ട് മല്ലടിക്കേണ്ടത് വഴിതെറ്റി മല കയറി വന്ന അസാധുക്കളോടല്ല. നീ നിന്റെ പരാക്രമം മതിയാക്കി തിരികെ കാട് കയറ്. തിരികെ പോ. ആരാ? എന്താ അർദ്ധരാത്രിയിൽ തനിച്ച് ഈ വനത്തിനുള്ളിൽ? അങ്ങ് നിന്റെ സഹധർമ്മിണിയുടെ പ്രസവരക്ഷയ്ക്കായി ഈ പാതിരാത്രി ആരെയാണോ തേടിയിറങ്ങിയത് അവരുടെ മകളാണ് ഞാൻ. അതായത് വയറ്റാട്ടി മുത്തിയമ്മയുടെ മകൾ അല്ലി. അപ്പോ വയറ്റാട്ടി മുത്തിയമ്മ? കേളുവൈദ്യരുടെ അറിയിപ്പ് കിട്ടിയ ഉടൻ തന്നെ അന്തിയാറും മുമ്പ് ഞാനും മുത്തിയമ്മയും അങ്ങയുടെ മനയിലേക്ക് യാത്ര തിരിച്ചതാണ്. പക്ഷേ യാത്രാമധ്യേ മുത്തിയമ്മയ്ക്ക് പെട്ടെന്നൊരു വയ്യായിക. നടപ്പ് വശം തീരെയില്ലാന്ന് നമുക്ക് ബോധ്യമായതോടുകൂടി അമ്മയെ തിരികെ കൂരയിലാക്കി നമുക്ക് ഇങ്ങോട്ടേക്ക് തനിച്ച് യാത്ര തിരിക്കേണ്ടി വന്നു. ഒരു വയറ്റാട്ടിയുടെ സാന്നിധ്യമില്ലാതെ എങ്ങനെ? നേരം വൈകുന്തോറും അപകട സാഹചര്യത്തിന് സാധ്യത കൂടുതലാണ്. മാസം തികഞ്ഞ് പേറ്റുനോവ് കൊണ്ട് പൊളയുന്ന നമ്മുടെ പെണ്ണൊരുത്തിയെ അകത്തളത്തിന് നടുവശം കിടത്തിയിട്ടാണ് മറ്റു നിർവാഹങ്ങളില്ലാതെ ദിശ പോലും അറിയാതെ നാം ഈ രാത്രിയിൽ യാത്ര തിരിച്ചത്. അങ്ങ് പരിഭ്രമിക്കാതെ ഇരിക്കൂ. ഓർമ്മ വെച്ച നാൾ മുതൽ മുത്തിയമ്മയോടൊപ്പം പല ദിക്കും മലയും കയറി ഒരുപാട് ചോരക്കുരുന്നുകളുടെ ജനനം സാക്ഷ്യം വഹിച്ചിട്ടുള്ള ആളാണ് ഞാൻ. കൂടാതെ പ്രസവരക്ഷയുടെ ചികിത്സാ രീതികൾ ഏതുവിധമാണെന്നൊക്കെയും മുത്തിയമ്മ നമുക്ക് ബാല്യം മുതലേ പാഠ്യം ചെയ്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മെ സധൈര്യം തനിച്ചിങ്ങോട്ടേക്ക് അയച്ചത്. അതിനാൽ ശീഘ്രം തന്നെ പരസ്പര സംഭാഷണം ഒഴിവാക്കി മനയിലേക്ക് യാത്ര തിരിക്കാം. അല്ലേ, ഇവിടുന്ന് യാത്ര ആരംഭിക്കുന്നതിന് മുൻപേ നമുക്കൊരു കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്.
നിലാവെളിച്ചം പോലും നിലം പറ്റാൻ മടിക്കുന്ന മനുഷ്യവാസയോഗ്യമല്ലാത്ത ഈ അഘോര പ്രദേശം ഏതാണ്? കാട്ടുപൂവിന്റെ ഗന്ധവും മലതല്ലി തമ്മിലുരസുന്ന കാട്ടുവൃക്ഷങ്ങളുടെ കാറ്റും തഴുകിയണയുന്ന പ്രപഞ്ച സൃഷ്ടിയല്ലിത്. മറിച്ച് പാലപ്പൂവിന്റെ വമിക്കുന്ന ഗന്ധവും രക്തവർണ്ണാങ്കിതമായ മേലാകാശവും പന്തൽ ചമയ്ക്കുന്ന മറ്റൊരിടമാണ്. ദുർദേവതകൾ കുടിവാഴുന്ന ഒരേ ഒരിടം, ചുടലമലക്കാവ്. എന്താ മോനെ ഉണ്ണിയെ ഈ പാതിരാത്രി എഴുന്നേറ്റ് ഇവിടെ വന്നിരിക്കണേ? നിനക്ക് ഉറക്കമില്ലേ? നാളെ പള്ളിക്കൂടത്തിൽ പോണ്ടേ? വന്ന് കിടക്കാൻ നോക്ക്. അമ്മാമ്മേ, വനത്തിൽ നിന്നും അയാളുടെ കൂടെ ഒപ്പം കൂടിയത് വയറ്റാട്ടി മുത്തിയമ്മയുടെ മകളല്ലായിരുന്നു. അച്ചച്ച പറഞ്ഞതുപോലെ അത് രക്ഷസായിരുന്നു. നല്ല ചോദ്യായി. ഈ ചെക്കന് ഇതൊക്കെയുള്ളോ ഇപ്പം ചിന്തിക്കാൻ നേരം? ദേ ഉണ്ണിക്കുട്ടാ, മിണ്ടാണ്ട് വന്ന് കിടന്നോ നീ. അമ്മാമ്മയുടെ കയ്യിൽ നിന്ന് നല്ല തല്ല് മേടിക്കണ്ട. എന്തിനാ അമ്മാമ്മേ കുഞ്ഞിനെ അമ്മയെ രക്ഷസ് കൊന്നേ? സത്യത്തിൽ അന്ന് എന്താ സംഭവിച്ചേ? ഇനിയും നമുക്കിത് കാണുവാൻ സാധിക്കില്ല. എത്രയും വേഗം നീ നിന്റെ കടമകളിലേക്ക് കടക്കണം. ഒന്നല്ല, പകരം 2 ജീവനുകളുടെ രക്ഷ നിന്റെ കൈകളിലാണ്. അല്ലേ, എത്രയും പെട്ടെന്ന് അകത്തളത്തിലേക്ക് പോകൂ. അങ്ങൊന്ന് സമാധാനമായി ഇവിടെ വിശ്രമം കൊള്ളുക. നിമിഷ നേത്രകൾക്കുള്ളിൽ എല്ലാം ശുഭമായി നാം പരിസമാപ്തീകരിക്കും. ശുഭമാകാൻ പോകുന്ന അവസാന നിമിഷം. എന്തായി? അല്ലി, കണ്ണോളെ, അല്ലി, അല്ലി, വാതിൽ തുറക്ക്. അയ്യോ, എന്താ അവിടെ? വാതിൽ തുറക്കല്ലി. അയ്യോ, എന്താ കണ്ണോളെ? അയ്യോ, കാപട്യ വാക്കുകൾ കൊണ്ട് നമ്മോടൊപ്പം കൂടി മനുഷ്യരൂപം പ്രാപിച്ച രക്ഷസേ, അമ്മയുടെ പൊക്കിൾക്കുടിയിൽ ജനനം കാത്തു കിടക്കുന്ന നമ്മുടെ പിഞ്ചോമനെയും എന്റെ പ്രിയപത്നിയെയും കൊന്ന നിനക്കിനി എന്നെയും ഭക്ഷിക്കാം. പക്ഷെ അതിനു മുമ്പേ നിനക്ക് നാം വിധി ഒരുക്കുന്നു. കാരണം ഇനി ഒരിക്കലും നീ എന്ന രക്ഷസിനാൽ ഈ ദേശം നശിക്കരുത്. ഒരു കുലം മുടിയരുത്. വിരൂപീഭാവമായി നിലം കൊണ്ട ദുർദേവതയ്ക്ക് ഇരുവരുടെയും ജീവൻ അപഹരിച്ചിട്ടും കലിയടങ്ങിയില്ല. നാൾ നീളെ പായത്തുമലയിൽ ദുരന്തങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഭീകരരക്ഷസിന്റെ പോർവിളികളിൽ നിന്നും മോക്ഷം നേടാൻ നാടുവാഴിയുടെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാരം കണ്ടെത്തുകയുണ്ടായി. അത് ദുർദേവതാഭാവമായിരുന്ന അഘോരരക്ഷസിന് കാവും സ്ഥാനവും നൽകി ആദരിക്കുക എന്നതായിരുന്നു. പിൽക്കാലം ആ ദുർദേവത നാടിനും കാടിനും കാവലായി ദേവീഭാവത്തിൽ മലയിൽ കുടികൊണ്ടു. യക്ഷരൂപിണിയായി, കരിഞ്ചാമുണ്ടിയായി.